ഹലോ ഗൈസ്, സാന്റോവ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ കേരളത്തിൻ്റെ ഓണാഘോഷത്തിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ ഓണാഘോഷം 2023 ഉദ്ഘാടനം വന്നിട്ട് നമ്മുടെ നിശാഗന്ധിയിൽ വെച്ചിട്ടാണ്. നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പിണറായി വിജയൻ സാറാണ് നമ്മുടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവിടെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ഫഹദ് ഫാസിലാണ്. അതിൻ്റെ കാഴ്ചയിലൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ഓണാഘോഷം 2023 വന്നിട്ട് ഓഗസ്റ്റ് മാസം 27 മുതൽ സെപ്റ്റംബർ 2 വരെയാണ് ഈ ആഘോഷങ്ങൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് നടക്കുന്നത്. ഓണാഘോഷം 2023 30ഓളം വേദികളിലായിട്ടാണ് നടത്തുന്നത്. ഏതാണ്ട് 7000-ലധികം കലാകാരന്മാർ ചേർന്ന് പങ്കെടുക്കുന്ന ഒരു പരിപാടിയും കൂടെയാണ്. ഇത് വന്നിട്ട് 7 ദിവസത്തെ ഒരു ഉത്സവമാണ് നമ്മുടെ ഓണാഘോഷം 2023 ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ കാഴ്ചയിലേക്ക് നമുക്ക് കടക്കാം. സൂപ്പറായിരിക്കും. സാധാരണ നമ്മളെല്ലാവരും നല്ല നാളെയെ കുറിച്ച് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ്. എന്നാൽ ഓണം ഒരു നല്ല ഇന്നലെ ഉണ്ടായിരുന്നു എന്നതാണ് ഐതിഹ്യത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യരെല്ലാവരും പൊതുവായി വണ്ണമില്ല, ചതിയില്ല, ഒളിവചനം തീരെയില്ല, വെള്ളോളമില്ല, ഒളിവചനം. ഓണം ഓണമൊന്നും പ്രാധാന്യം ഓണത്തിന് എത്തിച്ചേരുമെന്നാണ് വാക്കുകൾക്ക് നന്ദി സർ. ഇന്ന് തന്റെ അഭിനയ മികവിലൂടെ അവിസ്മരണീയമായ പദനാട്ടങ്ങളിലൂടെ നമ്മെ വിസ്മയിപ്പിക്കുന്ന അഭിനയമാണെന്ന് തോന്നാത്ത സ്വാഭാവികത കൊണ്ട് ചലച്ചിത്രം നടനം മറ്റൊരു തലത്തിലേക്ക് മാറ്റിമറിച്ച അഭിനയ വിസ്മയം ഏറെ അഭിമാനത്തോടെ ക്ഷണിക്കുകയാണ്. മുഖപരമൊട്ടും തന്നെ ആവശ്യമില്ലാത്ത മലയാളത്തിന്റെ സ്വന്തം നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ ഫഹദ് ഫാസിൽ. ഏഴരക്കൊല്ലമായി കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ എന്റെ ജീവിതത്തിൽ ആദ്യമായി കാണുന്നത് ഇങ്ങോട്ട് വെച്ചിട്ടാണ്. ഈ സന്ധ്യ അതിനോട് നിമിത്തമായത് എന്റെ ഭാഗ്യമായി കാണും. ഇതിനു മുമ്പും പല വേദികളിലും പല സുഹൃത്തുക്കളുമായി സംസാരിച്ചിട്ടുള്ളതാണ്. മലയാള സിനിമയുടെ ഏറ്റവും നല്ല കാലഘട്ടത്തിലൂടെയാണ് എന്റെ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ കാരണമായി ഞാൻ കാണുന്നത്
കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലുണ്ടായ മാറ്റമാണ്. ആ മാറ്റത്തിൽ ആദ്യം കാണുന്നത് കേരളത്തിലെ ടൂറിസം വളർച്ചയാണ്. കേരളത്തിലെ ടൂറിസം വളർന്നപ്പോൾ അതിനോടൊപ്പം വേറെ കുറെ ഇൻഡസ്ട്രീസും വളർന്നു. അതിൽ ഞാൻ കാണുന്ന ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയിരിക്കുന്നത് സിനിമയ്ക്കാണ്, മലയാള സിനിമയ്ക്കാണ്. ഇപ്പോ കുമ്പളങ്ങി നൈറ്റ്സ് ആയാലും മഹേഷിന്റെ പ്രതികാരമായാലും, ഒരു കുമ്പളങ്ങി ഇല്ലെങ്കിൽ കുമ്പളങ്ങി നൈറ്റ്സ് ഇല്ല, ഇടുക്കി ഇല്ലെങ്കിൽ മഹേഷിന്റെ പ്രതികാരമില്ല, കുട്ടനാട് ഇല്ലെങ്കിൽ ആവണയില്ല. ഇത്രയധികം സ്ഥലങ്ങൾ മലയാളക്കരയിൽ ഉള്ളപ്പോൾ തീർച്ചയായും മലയാളത്തിന്റെ കഥ തന്നെയാണ് നമ്മൾ പറയേണ്ടതെന്ന് എന്റെ തലമുറ എന്ന് പറയുമ്പോൾ എന്റെ പല സുഹൃത്തുക്കളും, ഞാൻ വർഗീയാത്മകമായ ഒരുപാട് സുഹൃത്തുക്കൾ, അങ്ങനെ ഞങ്ങൾക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റിയാണ് തോന്നുന്നത് ഈ ടൂറിസത്തിന്റെ വളർച്ചയോടൊപ്പം. ഇപ്പം റിയാസൻ സ്റ്റേറ്റ് സംസാരിക്കായിരുന്നു, ടൂറിസം തന്നെ പല വിഭാഗങ്ങളുണ്ട്. ഹെൽത്ത് ടൂറിസം ഉണ്ട്, അഡ്വഞ്ചർ ടൂറിസം ഉണ്ട്, വാട്ടർ ടൂറിസം ഉണ്ട്. അങ്ങനെ ഇന്ത്യയിൽ ആദ്യമായി സിനിമ ടൂറിസം വരാൻ പോവുകയാണ്. അതിന് എല്ലാ രീതിയിലുള്ള സഹകരണവും സഹായവും ഞാൻ ഗ്യാസ് മിഷന് പ്രഖ്യാപിക്കും. തീർച്ചയായും ഒരുപാട് അംഗീകാരങ്ങൾ ഈ സ്ഥിതി എനിക്ക് തന്നിട്ടുണ്ട്, സ്റ്റേറ്റ് അവാർഡ് ഉൾപ്പെടെ. ഇതിനെല്ലാം ഉപരി എന്റെ വിവാഹം നടന്നത് ഇവിടെ. അതോടൊപ്പം ഇങ്ങനെ ഒരു സായാഹ്നം എനിക്ക് സമ്മാനിച്ചത് കേരള ടൂറിസത്തിനോടും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോടും നിങ്ങളോടും മലയാളത്തിനോടും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഓണം ആശംസിക്കുന്നു. വാക്കുകൾക്ക് നന്ദി സർ. വിശിഷ്ട അതിഥികൾ, നമ്മുടെ മഹനീയ സാന്നിധ്യം, പ്രേക്ഷക മനസ്സിൽ ഇടപെടേണ്ടിയ കലാപ്രതിഭകൾ, കലാ സാംസ്കാരിക രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ വേറിട്ട ശബ്ദം, നൃത്തം, നാടകം, ചലച്ചിത്രം, ടെലിവിഷൻ, രചന, പ്രസാധനം, സംവിധാനം എന്നീ മേഖലകളിൽ തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ബഹുമുഖ പ്രതിഭ, കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലർ കൂടിയായ ലോക പ്രശസ്ത നർത്തകി പത്മഭൂഷൺ ഡോക്ടർ മല്ലിക സാരാഭായ്. We are extremely honored and delighted to invite Attribution Dr. Malika Sarabhai to address the gathering. Ma'am, please. I see some faces in the audience which will be relieved that I'm speaking in English. Forgive me for not speaking in Malayalam, but I promise by next Onam I shall address you in Malayalam. ഓണം ആഘോഷിക്കണമെങ്കിൽ എല്ലാവരും പണ്ടോട്ടേ പറയുന്നതാണ് തിരുവനന്തപുരത്തുകാരെ കണ്ടുപിടിക്കുന്നത്. അതിനെ എവിടെ ചെന്നാലും നാലുകാലം നാട്ടുകാരെ സൂചിപ്പിക്കുമെന്ന് വിചാരിക്കില്ല. പക്ഷെ അങ്ങനെയാണ് കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് ഓണം ആഘോഷിക്കുന്ന ജില്ല അത് തിരുവനന്തപുരത്തിന് സ്വന്തം. അതുപോലെ സർക്കാരിന്റെ ഓണാഘോഷ പരിപാടി ഇവിടെ തുടങ്ങുകയും അതിനെ ക്ഷണിച്ചതിന് ഗവൺമെന്റിനോട് പിന്നെ അത് മാത്രമല്ല ടിവിയാണ് കവർ ചെയ്യുന്നത്. പിന്നെ ഞാൻ ശരിക്കും ജനിച്ചത് ഒരു 10-15 വർഷമായിട്ട് കൊച്ചി, പക്ഷെ അതിനേക്കാളും കൂടുതൽ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. അത് ഏറ്റവും കൂടുതൽ താമസിക്കുക ചാനൽ പരിപാടികളെല്ലാം ഇവിടെയായിരിക്കും. അപ്പൊ എന്റെ രണ്ടാമത്തെ വീട് പോലെയാണ് ശരിക്കും എനിക്ക് തിരുവനന്തപുരം. അത്രയും എന്താ പറയാ, അത്ര നല്ല മനുഷ്യരാണ്, നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. ഇവിടുത്തെ ഫുഡ് കഴിച്ചാൽ മതി, ഇവിടുത്തെ സംസാരത്തിലുണ്ട് നിങ്ങളുടെ ആ നാടിന്റെ നിഷ്കളങ്കതയും ആ വിശുദ്ധിയൊക്കെ. അപ്പൊ തുടങ്ങിയാലും പരിപാടി തീരാനായിട്ടോ വരുന്നത് അല്ലേ. അപ്പം ഫ്രണ്ടിൽ ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളും, ഏറ്റവും ബാഗിലെ കുഞ്ഞിന്റെ മുകളിൽ കയറിയിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും ശരി, അവർ ഭയങ്കര അടിപൊളി പാട്ടായിരുന്നു.
പാടുന്നതായിരിക്കും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ പതുക്കെ ഒരു 2 പാട്ട് കഴിഞ്ഞ് പാടാം കേട്ടോ. ഓക്കെ. അടുത്ത ഗാനം ആലപിക്കാനായിട്ട് ഒരു കൊച്ചുകുട്ടീനെ ഞാൻ വേദിയിലൂടെ സ്വാഗതം ചെയ്യാണ്. പക്ഷേ ഈ കൊച്ചുകുട്ടി ജനിച്ചപ്പോൾ തൊട്ട് അപ്പോൾ തൊട്ടിപ്പോൾ വരെ ഏകദേശം ഒരു 30-40 വർഷമായിട്ട് ഫീൽഡിലുണ്ട്. അന്നും ഇന്നും കൊച്ചു ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നു. പക്ഷേ രവീന്ദ്ര മാഷിന്റെ പാട്ടുകൾ തൊട്ട് എന്തിനും 10 വെളുപ്പിന് ഒരൊറ്റ ഗാനം മതി ഈ ഗായകനെ അന്നും ഇന്നും എന്നും ഓർക്കാൻ. ആ കൊച്ചുകുട്ടി ഞാൻ വേദിയിലൂടെ ചോദിക്കുന്നു. നല്ലൊരു കൈ കൊണ്ട് ശരിക്കും വിഷയത്തിന്റെ എന്താ പറയാ, രവീന്ദ്ര മാഷിനൊക്കെ എത്ര പാട്ടുകള് ശരിക്കും ഈ ഒരു ഗൈഡ് കൊടുത്താൽ പോലെ എത്ര വർഷമായിട്ട് അന്നും ഇന്നും കാണാൻ മാത്രമല്ല ശബ്ദത്തിലും അത് വലിയ ഭാഗ്യമല്ല. ഇത്രയും സ്നേഹം. അപ്പൊ ശരി, നമുക്ക് ഒരു നല്ല ഗാനം കൂടെ കേട്ടാൽ രവീന്ദ്ര മാഷിന്റെ പാട്ട് ഒരു ഓണമൊക്കെ ആയിട്ട് മലയാളം തരത്തിലുള്ള പാട്ടുകൾ വേണ്ടേ? എന്ത് പറയുന്നേട്ടാ? ഓക്കെ. ഓണാഘോഷം 2023 ആദ്യ ദിവസത്തിലെ കാഴ്ചകളാണ് ഇതൊക്കെ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.